കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിൻ വരുന്ന ഒന്നാമത്തെ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെയാണ് ലോക്കോ പൈലറ്റ് പോയത്. പരശുരാം നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 3-ാം നമ്പർ ട്രാക്കിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് റെയിൽവേ അറിയിച്ചു. ലോക്കോ പൈലറ്റിനെതിരെ നടപടി ഉണ്ടാകില്ല. സംഭവം നടന്ന 8 മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ ട്രാക്കിൽ നിന്ന് നീക്കി. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകാനുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഇപ്പോൾ ട്രെയിൻ ട്രാക്കിൽ നിന്ന് നീക്കിയെന്ന് അറിയുന്നു. പക്ഷേ ഇറങ്ങിപ്പോയ ലോക്കോ പൈലറ്റിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഇത് ലോക്കോ പൈലറ്റിന്റെ ഗുരുതരമായ വീഴ്ചയല്ലേ? റെയിൽവേ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണോ? ഗോപീഷൻ, കൃത്യം 10 മണിയോടുകൂടി ഈ ട്രെയിൻ, ഗുഡ്സ് ട്രെയിൻ, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. പക്ഷേ റെയിൽവേയുടെ വിശദീകരണം വന്നിരിക്കുന്നു, ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല, ലോക്കോ പൈലറ്റിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ട്രെയിൻ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് പോയതെന്ന് റെയിൽവേയുടെ വിശദീകരണം വന്നിരിക്കുന്നു. സംഭവം ഉണ്ടായത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. 2 മണിക്ക് ഈ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. ലോക്കോ പൈലറ്റ് അവിടെ നിർത്തുന്നു. സിഗ്നൽ ലഭിച്ചതിന് ശേഷമാണ് ആ ട്രെയിൻ അവിടേക്ക് എത്തി അവിടെ നിർത്തുന്നത്. അതിനുശേഷം ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോകുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധി യാത്രക്കാർക്കുണ്ടായി. പ്രത്യേകിച്ച് ഈ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പോകേണ്ട സ്ഥലമാണ് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. അവിടെ നിന്നാണ് യാത്രക്കാർ ട്രെയിനിലേക്ക് കയറുന്നത്. പക്ഷേ യാത്രക്കാർ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് തിരിച്ച് കുറേ ദൂരം നടന്ന് 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അവിടെ നിന്ന് ട്രെയിൻ കയറിയതാണ്. അതായത് ഈ മംഗലാപുരത്തേക്കുള്ള ട്രാക്കാണ് ഈ 3-ാമത്തെ ട്രാക്ക്. അവിടെ നിന്ന് ട്രെയിൻ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ രീതിയിലൊരു പ്രതിസന്ധി ആ ഘട്ടത്തിൽ യാത്രക്കാർക്കുണ്ടായി. അതിനുശേഷമാണ് ഇത് വലിയ ഒരു വാർത്തയാക്കിയ വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ റെയിൽവേയുടെ വിശദീകരണത്തിൽ പറയുന്നത് ഈ ട്രെയിൻ വരുന്ന സമയത്ത് പുലർച്ചെ 2 മണിയോടുകൂടി 2-ാമത്തെ പ്ലാറ്റ്ഫോമിലും 3-ാമത്തെ പ്ലാറ്റ്ഫോമിലും മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഗുഡ്സ് ട്രെയിൻ അവിടെ നിർത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് പോയത്. അദ്ദേഹത്തിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. റെയിൽവേയുടെ നിയമം അനുസരിച്ച് 2-ാമത്തെ പ്ലാറ്റ്ഫോമിലോ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലോ എവിടെ വേണമെങ്കിലും ഈ ട്രാക്കുകൾ, അതായത് ട്രെയിൻ വരുന്ന ട്രാക്കുകൾ മാറ്റാം. അതുകൊണ്ട് ഇതിൽ നടപടിയൊന്നും ഉണ്ടാവില്ല, ലോക്കോ പൈലറ്റിന്റെ കയ്യിൽ വീഴ്ചയൊന്നും ഉണ്ടായില്ല എന്ന് റെയിൽവേയുടെ വിശദീകരണം വരുന്നു. ആ ഘട്ടത്തിൽ, അതായത് ഈ ട്രെയിൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഘട്ടത്തിൽ യാത്രക്കാർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. എന്തായാലും 10 മണിയോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു. ചില ട്രെയിനുകൾ സമയം വൈകിയിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.